കമ്മിറ്റികളായ വികസനം, ക്ഷേമം എന്നിവയുടെ ചെയർമാൻ സ്ഥാനത്ത് LDF നേതാക്കൾ തുടരുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് രാജിവെച്ചിട്ട് പഞ്ചായത്തിന് മുൻപിൽ സമരം ചെയ്യുന്നതാണ് അന്തസ്സെന്ന് നേതാക്കൾ പറഞ്ഞു. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 15-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം LDF-ന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് UDF അവിടെ അധികാരത്തിലേക്ക് ഭരണസമിതി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണസമിതിയെ ജനാധിപത്യ രീതിയിൽ ഭരണത്തിൽ വന്ന ഒരു ഭരണസമിതി അട്ടിമറിക്കാനുള്ള നിലപാടുമായിട്ടാണ് LDF-ന്റെ ഇതുവരെയുള്ള സമരം വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ളത്, 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഹിക്കുന്നത് അവിടുത്തെ CPM-ന്റെ നേതാവ് NR രാഘവനാണ്. അതോടൊപ്പം തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഹിച്ചുകൊണ്ടിരിക്കുന്ന ചെയർപേഴ്സൺ മോനി ഷാബി RJD-യുടെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഭരണസ്തംഭനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ LDF ഇപ്പോൾ സമരം നടത്തുന്നത്. പഞ്ചായത്തുകളിൽ സാധാരണഗതിയിൽ ഡ്രൈവർമാർ മാറുമ്പോൾ ഒരു പൊളിറ്റിക്കൽ നിയമനായിട്ടാണ് നമ്മളിപ്പോൾ അതിൽ കണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ്. എന്നാൽ ഇദ്ദേഹം കേസിന് പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ മാറ്റാൻ, അദ്ദേഹത്തെ പിരിച്ചുവിടുകയല്ല UDF ഭരണസമിതി ചെയ്തത്. മറിച്ച് ഒരു ട്രാൻസ്ഫർ, അതിനുള്ള അധികാരം ഭരണ സംവിധാനത്തിന് കയ്യിലുണ്ട്. പഞ്ചായത്തിന് ഡ്രൈവറായിരുന്നയാളെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഡ്രൈവറായിട്ട് മാറ്റുകയും അവിടെ ഡ്രൈവറായിരുന്ന ആളെ തിരിച്ച് പഞ്ചായത്തിന്റെ ഡ്രൈവറായി ഒരു ട്രാൻസ്ഫർ ആണ് യഥാർത്ഥത്തിൽ ചെറുവണ്ണൂരിൽ ചെയ്തത്. എന്നാൽ അതിനെതിരായിട്ടാണ് കോടതിയിൽ പോകുന്നത്. കോടതിയിൽ പോവുകയും ആ കേസ് പരാജയപ്പെടുകയും ചെയ്തു. ഇവിടെ പ്രസിഡന്റ് വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ആ സമയത്ത് ഇപ്പോൾ ഇവർ ഉന്നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ ഒപ്പ് ആരാണ് രേഖപ്പെടുത്തിയത്? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അത് ഒപ്പ് രേഖപ്പെടുത്തി എന്ന ആരോപണം LDF-ന് പോലും ഇല്ല. ഭരണം LDF-ന്റെ കയ്യിലാണുള്ളത്. ഒപ്പ് വ്യാജമാണെങ്കിൽ അത് കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതൊക്കെ LDF-ന്റെ, അത് ഒരു ഭരണകക്ഷി എന്ന നിലയിൽ അവര് ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് വളരെ കൃത്യമായി അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാദത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഈ ഒരു കാര്യം അവിടെ ഉന്നയിക്കപ്പെട്ടതാണ്. കോടതി അത് മുഖവിലക്കെടുക്കുക പോലും ചെയ്തില്ല. കോടതി ഈ കേസിന്റെ മെറിറ്റാണ് പരിശോധിച്ചത്. മെറിറ്റ് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഭരണസമിതി അധികാര ദുർവിനിയോഗം നടത്തിയിട്ടില്ല എന്നും വളരെ കൃത്യമായി ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി നടപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കേസിന്റെ മെറിറ്റ് അവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയും ആ ഘട്ടത്തിൽ, വാദത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇത് വ്യാജ ഒപ്പാണെന്ന ആരോപണം അവിടെ ഉന്നയിച്ചപ്പോൾ കോടതി അത് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്റ്റാൻഡാണ് പറയാനുള്ളത്. അത് വ്യാജ ഒപ്പാണെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ, നടപടികൾ സ്വീകരിക്കട്ടെ. അതിന് ഐക്യജനാധിപത്യ മുന്നണി ഒട്ടുമെതിരല്ല. ഭരണസ്തംഭനത്തെ കുറിച്ചുകൂടെ നമുക്ക് കൃത്യമായി പറഞ്ഞു. ഭരണസ്തംഭനം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത്. പഞ്ചായത്ത് ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ ഒരു പൊതുചിത്രം അറിയാം. പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന ഫണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടിച്ചുരുക്കലുകൾ നടത്താൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നൊക്കെയാണ് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാതെ വീർപ്പുമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ, കാരണം LDF-നകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഒരു LDF എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ പോലും ചെറുവണ്ണൂർ പഞ്ചായത്തിൽ LDF-ന് സാധിക്കാറില്ല. LDF ആദ്യം അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ സമരത്തിന്റെ ഒരു മുദ്രാവാക്യത്തോടെങ്കിലും നീതി പാലിക്കണം എന്നാണ് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ ആവശ്യപ്പെട്ട് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാജിവെക്കണം. ഇന്നത്തെ പഞ്ചായത്തിനെതിരെ നടത്തിയ സമരത്തിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ CM ബാബു എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തിന് അതിൻ്റെ നിയമവഴികളൊക്കെ അറിയാം, ഭരണപരമായ കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹം ഈ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ഈ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2 LDF-പ്പെട്ട ആൾക്കാരെ സദസ്സിലിരുത്തിക്കൊണ്ടാണ് രാജിവെക്കണമെന്ന് മാത്രമല്ല ഇവിടെ കയറുന്നത്. സത്യത്തിൽ നമ്മൾ കേട്ടപ്പോൾ നമുക്ക് തോന്നി